നമസ്കാരം. നമ്മൾ ഈ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ച ചരിത്ര പാഠങ്ങൾ ഇതൊക്കെ സത്യമായിരുന്നു എന്ന് നമ്മൾ ഒരു സമയം വരെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ സോഷ്യൽ മീഡിയ കാലത്ത് അതങ്ങനെ ആയിരുന്നില്ല. അത് ചിലരുടെ താല്പര്യമനുസരിച്ച് അവരുടെ നേട്ടത്തിന് വേണ്ടി പടച്ചു വെച്ചിരുന്നായിരുന്നു എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇടത് സുഡാപ്പി എക്കോസിസ്റ്റമായിരുന്നു അതിൻ്റെ എല്ലാം പിന്നിലെന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നു അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ചില കാര്യങ്ങൾ? ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. വ്യക്തിപരമായ സത്യസന്ധതയുടെയും വിശ്വാസ്യതയുടെയും പ്രതീകമാണ് മൻമോഹൻ സിംഗ്. ഇന്ത്യയെ ഏകീകരിച്ച സഹിഷ്ണുതയും മതേതരത്വവും നിറഞ്ഞ പ്രതിഭയായിരുന്നു അക്ബർ. രാഹുൽ ഗാന്ധി ഊർജ്ജസ്വലനായ ഒരു യുവ ഐക്യനും ഇന്ത്യയുടെ ഭാവിയുടെ സ്വാഭാവിക നേതാവുമാണ്. നെഹ്റു ഒറ്റയ്ക്ക് തന്റെ കാഴ്ചപ്പാടിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. മുഗളന്മാർ ഇന്ത്യയെ ഒരു ആഗോള സാമ്പത്തിക സൂപ്പർ പവറാക്കി മാറ്റി. താജ്മഹൽ നിത്യപ്രണയത്തിന്റെ ആത്യന്തിക പ്രതീകമാണ്. മറ്റൊരാളെ പ്രധാനമന്ത്രിയാക്കി സോണിയാഗാന്ധി വീരോചിതമായി അധികാരം ത്യജിച്ചു. ഷർജിൽ ഇമാം നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ആവേശഭരിതനായ വിദ്യാർത്ഥി പ്രവർത്തകൻ മാത്രമാണ്. രാജീവ് ഗാന്ധി ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവം കൊണ്ടുവന്നു. അഴിമതിക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും അഴിമതിരഹിതനായ ഒരു കുരുശുദ്ധക്കാരനാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ജനാധിപത്യത്തെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഔറംഗസേബ് ഒരു ഭക്തനും കഠിനാധ്വാനിയുമായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ നികുതികളും ക്ഷേത്ര നയങ്ങളും ഭരണപരമായ ആവശ്യങ്ങൾ മാത്രമായിരുന്നു. ടിപ്പു സുൽത്താൻ എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു മതേതര റോക്കറ്റ് ശാസ്ത്രജ്ഞനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. 1990-ൽ കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വര വിട്ടത് സാമ്പത്തിക കാരണങ്ങളാലോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ കൊണ്ടോ മാത്രമായിരുന്നു. 1984-ലെ സിഖ് വിരുദ്ധ ആക്രമണം വെറും ഒരു സ്വതസിദ്ധമായ കലാപം മാത്രമായിരുന്നു, ലക്ഷ്യം വെച്ചുള്ളതല്ലായിരുന്നു. ഗോദ്ര ട്രെയിൻ കത്തിക്കൽ ഒരു അപകടം മാത്രമായിരുന്നു. മതേതരത്വത്തിന്റെ ഏക സംരക്ഷകർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. മറ്റെല്ലാവരും സ്വതവേ വർഗീയരാണ്. നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് നയങ്ങളും ലൈസൻസ് രാജ്യം ഇന്ത്യയെ യഥാർത്ഥത്തിൽ സ്വാശ്രയത്വവും സമ്പന്നവുമാക്കി. ഒരു പാർട്ടി നടത്താനുള്ള ഏറ്റവും സ്വാഭാവികവും ജനാധിപത്യപരവുമായ മാർഗമാണ് കുടുംബ രാഷ്ട്രീയം. JNUവിലെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമാണ്. സാമ്രാജ്യം തകർന്നതുകൊണ്ടല്ല, നെഹ്റുവിന്റെ വാചാലമായ പ്രസംഗങ്ങളും ധാർമ്മിക സമ്പർദ്ദവും മൂലമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത്. ജാതി അടിച്ചമർത്തൽ എന്നത് മറ്റൊരു മതവുമായോ സമൂഹവുമായോ ബന്ധമില്ലാത്ത ഒരു ഹിന്ദു പ്രശ്നമാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അവ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ വാസ്തുവിദ്യാ പുരോഗതിക്കായി മാറ്റി സ്ഥാപിക്കപ്പെട്ടു. കശ്മീരിന്റെ സംയോജനത്തിന്റെയും സ്വയംഭരണത്തിന്റെയും മനോഹരമായ പ്രതീകമായിരുന്നു ആർട്ടിക്കിൾ 370. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് ഭാരതം ആധുനിക രാജ്യമായി മാറിയത്, ഇല്ലെങ്കിൽ ഭാരതം ശിലായുഗത്തിൽ ജീവിച്ചേനെ. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് ഭാരതം ഒരു രാജ്യമായത്, അല്ലെങ്കിൽ നമ്മൾ കുറെ നാട്ടുരാജ്യങ്ങൾ മാത്രമായേനെ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് നമുക്ക് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചത് മഗല്ലനാണ്. ജ്യോതിശാസ്ത്രം കണ്ടുപിടിച്ചത് വിദേശികളാണ്. ഹിന്ദുത്വം എന്നാൽ പിന്തിരിപ്പൻ ആശയങ്ങളാണ്. പക്ഷെ ആകെ 3 പേർ വന്ന് ഇവന്മാരെ എല്ലാം വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു കളഞ്ഞു. സായി ദീപക്, സഞ്ജീവ് സന്യാൽ, ആനന്ദ് രംഗരാജൻ. എന്തായാലും ഇന്നിപ്പോൾ നല്ല ചരിത്രകാരന്മാരുണ്ട്, ഗവേഷണ വിദ്യാർത്ഥികളും ഗവേഷണം ചെയ്യുന്ന ആളുകളുമുണ്ട്. വിവരവും വിദ്യാഭ്യാസമുള്ള ഈ പറഞ്ഞ പോലെ തന്നെ സായി ദീപക്, സഞ്ജീവ് സന്യാൽ, ആനന്ദ് രംഗനാഥൻ, പിന്നെ വിക്രം സമ്പത്തിനെ പോലെയുള്ളവർ, ഇവരൊക്കെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം മികച്ച സംവാദങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവർ ഫാക്റ്റ് വെച്ചും ഡേറ്റ വെച്ചുമാണ് ഈ നരേറ്റീവുകളെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് അറിയാം, നമ്മളെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് ആരൊക്കെ ഇവിടെ ശ്രമിച്ചിരുന്നുവെന്നും നമ്മൾ പഠിച്ചതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിലുള്ള ചരിത്രമെന്ന് ഇന്ന് നമുക്കറിയാം. അത് എന്തുകൊണ്ടും നല്ലതാണ് താനും.